നമ്മളിപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു പേര് സുനിൽ കനകോലുവിൻ്റെ പേരാണല്ലോ. ഈ സുനിൽ കനകോലുവിൻ്റെ ഒരു വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. സുനിൽ കനകോലു ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യുക്തി കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകില്ല, പകരം വികാരങ്ങളാണ് തെരഞ്ഞെടുപ്പ് വിജയത്തെ നിർണ്ണയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിധിയെ നിർണ്ണയിക്കുന്നത് വികാരങ്ങളാണ്. ആ വികാരങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും, എങ്ങനെ ചൂഷണം ചെയ്യാൻ കഴിയും, അതാണ് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയം നിർണ്ണയിക്കുന്നത്. ഇന്നത്തെ കാലത്ത് തെരഞ്ഞെടുപ്പ് വിജയം എന്നത് അങ്ങനെയായി മാറുകയാണ്. നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2014 നരേന്ദ്രമോദിയാണ് അത് രാജ്യത്ത് എല്ലാവർക്കും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത്. നരേന്ദ്രമോദിയെ PR ഏജൻസികൾ ഒരു വലിയ ബിംബമായി ഉയർത്തിക്കാട്ടി. നമുക്കറിയാലോ, അന്ന് ചായ് പേ ചർച്ച എന്നൊക്കെ പറഞ്ഞു വലിയ ചർച്ചയായിരുന്നു. പാവപ്പെട്ടവൻ്റെ നേതാവ്, പാവപ്പെട്ടവൻ്റെ പ്രധാനമന്ത്രി, അങ്ങനെ പാവപ്പെട്ടവൻ എന്തുകൊണ്ട് രാജ്യത്ത് പ്രധാനമന്ത്രി ആയിക്കൂടാ എന്നൊക്കെ അന്ന് PR ഏജൻസികൾ, ഈ പ്രശാന്ത് കിഷോറും സുനിൽ കനകോലുവും ഒക്കെയാണ് നരേന്ദ്രമോദിയെ അങ്ങനെ ഒരു ബ്രാൻഡാക്കി ഇന്ത്യയിൽ ഉയർത്തി കാണിച്ചത്. അന്ന് BJPക്ക് വേണ്ടി നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി പ്രവർത്തിച്ച സുനിൽ കനകോലുവാണ് ഇപ്പോൾ കേരളത്തിൽ UDFനെ അധികാരത്തിലെത്തിക്കാനായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓരോ മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥിയാകണം എന്നതടക്കം നിശ്ചയിക്കുന്നത് സുനിൽ കനകോലുവാണ്. അപ്പോൾ സുനിൽ കനകോലുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. കേരളത്തിൽ ഓരോ നേതാക്കൾ എങ്ങനെ പ്രസംഗിക്കണം എന്ന് തീരുമാനിക്കുന്നത്, ഓരോ നേതാക്കൾ എങ്ങനെ നടക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ സഞ്ചരിക്കണം എന്നതൊക്കെ ഇപ്പോൾ തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. VD സതീശൻ്റെ പ്രസംഗം കേട്ടാൽ നമുക്കറിയാം, ഓരോ 60 സെക്കൻഡ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന റീൽ പാകത്തിനാണ് VD സതീശൻ്റെ ഓരോ പ്രസംഗവും. അത് കൃത്യമായി അറിയാം. അതൊക്കെ കൃത്യമായി PR ഏജൻസികൾ നിർദ്ദേശിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഓരോ നേതാക്കന്മാരും ഇപ്പോൾ പ്രസംഗിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത് മണ്ണിൽ ചവിട്ടി നിന്ന് സാധാരണ ജനങ്ങളുടെ വികാരങ്ങൾ നേരിട്ട് സ്ഥാനാർത്ഥികളോ നേതാക്കളോ അറിയുന്ന കാലം ഏതാണ്ട് അവസാനിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതൊന്നും പുത്തരിയല്ല. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഹുൽ ഗാന്ധിയെ റായ്ബറേലിക്കാർ കാണുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിനാണ്.